വാക്യത്തിൽ ഒരുവനുക്ക് ഊഴിയം ചെയ്വനായിരുന്നാൽ എന്നെ പിൻപറ്റ കടവൻ. If any man serve me, let him follow me. ഒരുവൻ എന്നെ ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നവനെ പിൻപറ്റട്ടെ. ഞാൻ എங்கே இருக்கிறேனோ அங்கே என் ஊழியக்காரனும் இருப்பான். And where I am, there shall also my servant be. ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. ഒരുവനുക്ക് ഊഴിയം ചെയ്താൽ അവനെ പിതാ ഗണം பண்ணுவார். If any man serve me, him will my father honor. ഒരുവൻ എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നുവെങ്കിൽ അവനെ പിതാവ് മാനിക്കും. ജനമേമുണ്ടാകട്ടെ. Glory be to God. ദൈവത്തിന് സ്തോത്രം. ദേവൻ சொன்ன வார்த்தை சத்தியம். The word which the Lord spoke is true. ദൈവം പറഞ്ഞതായ വചനം സത്യമാണ്. ഇന്ത്യയിൽ இருக்கும்போது ஒரு நாள் இந்த வசனத்தை வச்சு தியானிக்க ஆரம்பிச்சேன். While I was in India, one day I began to meditate on this word. ഞാൻ ഒരു ഇന്ത്യയിലായിരുന്നപ്പോൾ ഒരു ദിവസം ഈ വചനം വെച്ച് ധ്യാനിക്കുവാൻ തുടങ്ങി. ചിന്തിക്ക പോണി. I began thinking. അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ തുടങ്ങി. കർത്തർ എപ്പോഴെല്ലാം എന്നെ ഗണപ്പെടുത്താണ്ട് ഒന്നൊന്നാ കർത്തർ ஞாபகத்தை கொண்டு വന്നു. Then the Lord brought me to my memory in what all ways he had honored me. ഏതെല്ലാം വിധത്തിൽ ദൈവം മാനിക്കുന്നു എന്ന് ദൈവം എന്നെ ഓർമ്മിപ്പിച്ചു. തായ് തേപ്പനെ കുറിച്ച് ഭാരം ഇരുന്നത്. There was a burden concerning my parents. എന്റെ മാതാപിതാക്കളെ കുറിച്ച് ഭാരമുണ്ടായിരുന്നു. അപ്പോൾ ആണ്ടവർ சொன்னார். The Lord said, അപ്പോൾ കർത്താവ് മരിച്ചവരെ അടക്കം നീ എന്നെ പിൻപറ്റുക. The dead ones, let the dead ones bury their dead, you follow me. മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ, നീ എന്റെ പിന്നാലെ വരിക. അത് മത്തായി 8:22 പഠിക്കുന്നു. In Matthew 8:28 we read that. 8:22 we read that. മത്തായിയുടെ സുവിശേഷം 8:22 നാം അത് വായിക്കുന്നു. മരിച്ചവർ തങ്ങൾ മരിച്ചടക്കം ചെയ്യട്ടെ. Let the dead bury their dead. മരിച്ചവൻ തന്റെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ. അതാ ആത്മാവിൽ മരിച്ചവர்கள். That is those who are spiritually dead. അതായത് ആത്മീകമായി മരിച്ചിരിക്കുന്നവർ. ശരീരത്തിൽ മരിக்கிறார்கள். Now they are physically dying. ശാരീരികമായി മരിക്കും. അവരുടെ വീട്ടിലുള്ള ആത്മാവിൽ മരിച്ചവர்கள் അടക്കം பண்ணிக்கொள்வார்கள். Let the spiritually dead people, let them bury the physically dead people in that house. Spiritual soul. Those who are dead in their soul, let them bury the physically dead. പ്രാണനിൽ മരിച്ചിരിക്കുന്നവർ അങ്ങനെ അക്ഷരികമായി മരിച്ചിരിക്കുന്നവരെ അടക്കം ചെയ്തു കൊള്ളട്ടെ. Glory be to God. ദൈവത്തിന് സ്തോത്രം. அந்த பாரம் போயிடுச்சு. Then that burden went away. അങ്ങനെ ആ ഭാരവും നീങ്ങിപ്പോയി. இப்படியா தேவன் கொண்டு வந்தார். In this way the Lord brought me. ഇങ്ങനെ ദൈവം കൊണ്ടുവന്നു. அவர் அதிசயமா அற்புதமா நடத்துகிறார். The wonderfully miraculously the Lord is leading me. അത്ഭുതവും അതിശയകരമായി ദൈവം നടത്തുന്നു. കാട്ടിൽ ആശികര നാണയങ്ങളെ പോലെ നാം யாரும் இருக்க கூடாது. None of us should be like a reed which is swaying in the wind. കാറ്റിനാൽ അലഞ്ഞുലയുന്നതായ ഞാങ്ങളെ പോലെ നാം കാണപ്പെടരുത്. ഒരു സഭയിൽ പോയി இருக்க வேண்டும், ஒரு மெம்பரா இருக்கணும், கல்ற கிடைக்கணும், கல்யாணம் நடக்கணும், ஸ்கூல்ல பிள்ளைகளுக்கு அட்மிஷன் கிடைக்கணும், அந்த என்னது அற்பமான காரியத்தை வேண்டி இயேசுவை பின்பற்றாதீங்க. I should be a member in some other church when I should in this church I should be a member in this church. I should receive a good burial. I should receive a good marriage, and my children should have admission in the school. For such things we should not be in the church. എനിക്കൊരു കല്ലറ ലഭിക്കണം, എനിക്ക് നല്ലൊരു വിവാഹം നടക്കണം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അഡ്മിഷൻ ലഭിക്കണം, അങ്ങനെ ഉദ്ദേശത്തോടു കൂടെ സഭയിൽ കാണപ്പെടരുത്. ഉനക്ക് ഒരു ആശ്വാസം കിട്ടില്ല. You will not receive any blessing. നിങ്ങൾക്ക് അങ്ങനെ യാതൊരു അനുഗ്രഹവും ലഭിക്കുകയില്ല. 1 Corinthians 15:19 പഠിക്കുന്നത് പോലെ in 1 Corinthians, as we read in 1 Corinthians 15:19, 1 കൊരിന്ത്യർ 15-19 വാക്യത്തിൽ പറയുന്നത്, ക്രിസ്തുവിൽ നമ്പിക്ക വയ്ക്കലായിരുന്നാൽ, if you hope in Christ only for the things of this world, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു, നമ്മെ പോലെ പരിതപിക്കக்கூடிയവർ ആരും இருக்க മാட்டார்கள். there are no miserable people more miserable than us. സകല മനുഷ്യരിലും നാം അരിഷ്ടന്മാരാകുന്നു. മിസറബിൾ സ്റ്റേജ്. It is a miserable state. വളരെ അരിഷ്ടാപൂർണമായ അനുഭവം. Glory be to God. ദൈവത്തിന് സ്തോത്രം. அப்படி நம்ம போல யாரும் இருக்க மாட்டார்கள். Now there will be no one as miserable as us. നമ്മളെ പോലെ അങ്ങനെ അനുഭവത്തിൽ ആരും കാണപ്പെടുകയില്ല. ഒരു കാരണത്തിൽ വന്നിരിக்கலாம், പരവായില്ല. We would have, because of any reason we would have come. ഏതെങ്കിലും കാരണം കൊണ്ട് നാം വന്നിരിക്കാം. പല കഷ്ടങ്ങൾ, പ്രശ്നങ്ങൾ പല നേരത്തിൽ വന്നിരിக்கலாம், ആണ്ടവരെ தேடி வந்திருக்கலாம், பரவாயில்லை, நல்லது. Because of some trial, some suffering, some difficulty, we would have come seeking the Lord. No problem, that is good. പല കഷ്ടങ്ങളെ, പരീക്ഷകളെ, പരിശോധനകൾ നിമിത്തമായിട്ട് കർത്താവിനെ അന്വേഷിച്ചു വന്നിരിക്കാം, അത് നല്ലത് തന്നെ. വന്നപ്പോൾ സത്യത്തെ അറിയ வேண்டும். But after coming in we must know the truth. എങ്കിലും അകത്ത് വന്നതിന് ശേഷം സത്യം അറിയണം. முதலாவது ராஜ்ய நீதி தெரியல உங்களுக்கு கூட கொடுக்கப்படும். Was to seek the kingdom of God and his righteousness, and all these things shall be added unto you. മുമ്പേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ സകലവും നൽകപ്പെടും. മത്തായി 6:33 പഠിക്കുന്നു. That is what we read in Matthew 6:33. മത്തായിയുടെ സുവിശേഷം 6:33 നാം അങ്ങനെ വായിക്കുന്നു. 1:3-4 പഠിക്കുമ്പോൾ in 2 Corinthians 1, 2 Peter chapter 1 verses 3 and 4 when we read,
2 പത്രോസ് 1-3 വാക്യങ്ങളിൽ നമ്മെ അழைத்தവരെ അറിகிற அறிவினாலே by the knowledge, by knowing him who called us. നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ ജീവനുക്കും ഭക്തിക്കും தேவன யாவற்றையும் அந்த திவ்ய வல்லமையான தந்ததுமன்றி He gave us all things according as the divine power hath given unto us all things that pertain unto life and godliness. അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. அந்த திவ்ய வல்லமை ஜீவனுக்கும் பக்திக்கும் தேவன எல்லாம் கொடுக்கும் கொடுக்கிறது. That divine power is giving all that we need for our life and godliness. ആ ദിവ്യശക്തി നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നൽകി തരും. எங்க போனாலும் யாரு கையும் எந்த யார்ட்டுமே கை எந்த போக மாட்டோம். Wherever we go, there is no need for to stretch forth our hand before anyone. നാം എവിടെ പോയാലും ആരുടെയും മുൻപിൽ കൈ നീട്ടേണ്ട ആവശ്യമില്ല. எவ்வளவு சிறிய சபையா இருந்தாலும் ஊழியக்காரத்தை தேவன் கொடுப்பார். Howsoever small church it may be, the Lord will give his servants. ഒരു ചെറിയ സഭയായിരുന്നാലും കർത്താവിന്റെ ശുശ്രൂഷക്കാരെ കർത്താവ് തരും. വിശ്വാസി ഉங்களுக்கும் தேவன் தக்க சமயத்தில் எல்லாம் கொடுப்பார். The believers, for you also the Lord will give you everything at the right time. വിശ്വസിക്കുന്നതായ നിങ്ങൾക്കും കർത്താവ് വിശ്വാസികളായ നിങ്ങൾക്കും കർത്താവ് എല്ലാം തക്ക സമയത്ത് തരും. தேவனுடைய வாக்குத்தத்தம். That is the promise of God. അതാകുന്നു ദൈവത്തിന്റെ വാഗ്ദത്തം. നമ്മുടെ കടമ നമ്മുടെ ഉത്തരവാദിത്വം தேவனுடைய രാജ്യത്തെ നീതിയെ തേട வேண்டும். Our responsibility and our duty is to seek the kingdom of God and his righteousness. നമ്മുടെ കടമയും ഉത്തരവാദിത്വവും എന്ന് പറഞ്ഞാൽ ഒന്നാമത് ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. அந்த திவ்ய வல்லமையினால் நிரப்பப்பட வேண்டும். We must be filled with that divine power. ആ ദിവ്യ ശക്തിയാൽ നാം നിറയപ്പെടണം. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു അറിവിൽ വളര வேண்டும். We must know, we must grow in the knowledge of our Lord Jesus Christ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അറിയുന്ന പരിജ്ഞാനത്തിൽ നാം വളർന്നു വരണം. அப்ப நமக்கு எல்லாம் கொடுக்கணும். அது நம்முடைய ரைட், நம்முடைய உரிமை. Then all that will be given unto us and that is our right. അപ്പോൾ നമുക്ക് സകലവും നൽകപ്പെടുന്നു, അത് നമ്മുടെ അവകാശമാണ്. நான் ட்ரைனிங் முடிகிற ஜீவிகெல்லாம் ட்ரைனிங் தான். ட்ரைனிங் அந்த ஒரு வருஷம் முடிந்த பிறகு After 1 year of training, ഒരു വർഷം പരിശീലനം കഴിഞ്ഞതിന് ശേഷം நார்த் இந்தியாவுக்கு போறதுக்கு 5 பேர் தேர்ந்தெடுத்தார்கள். after to send to North India, they selected 5 people. 5 പേരെ നോർത്ത് ഇന്ത്യയിലേക്ക് അയക്കുവാൻ തീരുമാനിച്ചു. 2 പേര് പഞ്ചാബ്, 2 പേര് ഡൽഹി, ഒരാൾ നാഗ്പൂർ. 2 people to Punjab, 2 people to Delhi and 1 person to Nagpur. 2 പേര് പഞ്ചാബിലേക്ക്, 2 പേര് ഡൽഹിയിലേക്ക്, ഒരാൾ നാഗപ്പൂരിലേക്ക്. எனக்கு டெல்லிக்கு. For me it was Delhi. എന്നെ ഡൽഹിയിലേക്ക് അയച്ചു. அப்ப நார்த் இந்தியாவுக்கு போறவங்களுக்கு ட்ரெஸ் கூடுதல் கேட்டா தச்சிக்கலாம். For those who are going to North India, if you ask for more pair of dresses, they will allow to stitch it. ആ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ അധികം വസ്ത്രം തയ്ക്കുവാൻ അനുവാദം ചോദിച്ചാൽ തരും. இப்போ ഒന്നും தேவையில்ல. Now these all are not required. ഇപ്പോൾ അതൊന്നും ആവശ്യമില്ല. மேமுண்டாட்டும். Glory be to God. ദൈവത്തിന് സ്തോത്രം. பெட்டியும் கடைக்கு என்ன கேட்கறதெல்லாம் வாங்கி கொடுப்பாரு. If you ask a suitcase and things, they will ask, they buy and give you. ഇപ്പോൾ എന്ത് പെട്ടി ചോദിച്ചാൽ എന്ത് വാങ്ങി തരും. சவுத் இந்தியால போனா 2 ஜோடி Dress மட்டும் தான் இருக்கும். If you are going to any place in South India, only 2 pair of dresses are allowed. സൗത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ 2 ജോഡി ഡ്രസ് മാത്രമേ അനുവാദമുള്ളൂ. எனக்கு 2 ஜோடி போதும். For me also 2 pair of dresses are enough. എനിക്കും 2 ജോഡി വസ്ത്രം മതി. சவுத் இந்தியால இருக்க தேவன் தான் நார்த் இந்தியால இருக்கிறாரு. The God of South India is the God of North India also, no? തെക്കേ ഇന്ത്യയിലെ ദൈവം തന്നെയാകുന്നു വടക്കേ ഇന്ത്യയിലെ ദൈവവും. அங்க இல்ல பெரிய சபை டெல்லியோ ராஜா ஜெய்ப்பூர்ல இருக்க தேவன் தான் கோட்டால இருக்கிறாரு. The Lord, wherever the big church, whether or small, the God of Jaipur is the God of Kota also. ആ ജയ്പൂരിലെ ദൈവം തന്നെയാകുന്നു കോട്ടായിലെ ദൈവവും. എല്ലായിടത്തും കൊണ്ടുപോയി ദൈവം കൈ നിറയെ കൊടുക്കறாரு. എല്ലായിടവും കൊണ്ടുപോയി ദൈവം കൈ നിറച്ച് തരുന്നു. Everywhere the Lord is taking and giving me handful. அதை நம்ம மிஸ்யூஸ் பண்ணக்கூடாது, தவறா உபயோகப்படுத்தக்கூடாது. But we should not misuse it. എങ്കിലുമോ അത് നാം മോശമായ രീതിയിൽ ചിലവഴിക്കരുത്. நாம் கஞ்சத்தனம் பண்ணக்கூடாது. പിശുക്ക് തരം കാണിക്കരുത്. We should not be miserly. கர்த்தர் நாமத்தை மகிமைக்காக ஊழியத்துக்காக செலவு பண்ணுகிறோம். For the name of the Lord and for the glory of God we should spend for the ministry. കർത്താവിന്റെ നാമ മഹത്വത്തിനായിട്ട് സഭയ്ക്ക് വേണ്ടി ചിലവഴിക്കുന്നു. அப்ப எங்க போனாலும் எவ்வளவு பெரிய சின்ன சபை இருந்தாலும் கர்த்தர் ஒருபோதும் கைவிட்டதில் நிறைவாய் தந்தார். Therefore wherever I went, whichever smaller church was there, God gave handfuls and in abundance. ആയതുകൊണ്ട് എവിടെ പോയാലും ചെറിയ സഭയിൽ പോയാലും കർത്താവ് കരം നിറച്ചു തരികയുണ്ടായി. அது மட்டுமல்ல, ரட்சிக்கப்பட்டு இந்தியாவுக்கு போனவர் வீட்டு வேலை நடந்துட்டு இருந்த இது எப்படி நடக்கும், நான் நினைக்க பிளாஸ்டர் பண்ண முடியுமா, அதுவும் முடிஞ்சு, ஒயிட் வாஷ் நடக்குமா, அதுவும் முடிஞ்சு, எல்லாம் முடிஞ்சு டெடிகேஷன் நடத்தி பரிசுத்தால கொண்டு வந்து விசுவாசி வந்து நல்ல பிரியாணி கொடுத்தாச்சு. After not only that, for my housework also, when I was thinking how the work will happen, but the Lord enabled to finish the plastering, the whitewashing, and the dedication also was done. Everyone was served a good biryani also. അതിനുശേഷം നാട്ടിലെ ഇന്ത്യയിലേക്ക് കടന്നു വന്നതിന് ശേഷം വീടിന്റെ പണികളൊക്കെയും എല്ലാം നന്നായിട്ട് പൂർത്തീകരിക്കുവാനും വിശുദ്ധന്മാരെ കൊണ്ടൊന്ന് പ്രതിഷ്ഠിക്കുവാനും എല്ലാവർക്കും നല്ല ബിരിയാണി കൊടുക്കുവാനും ഇടയായി. அப்படி நடக்கும்னு நான் நினைக்கவே இல்லை. I never thought that could happen. അങ്ങനെയൊക്കെയും ചെയ്യാമെന്ന് ഞാൻ ചിന്തിച്ചതേ അല്ല. கர்த்தர் உண்மையுள்ளவர். But the Lord is faithful. ദൈവം വിശ്വസ്തൻ. அருமையான தேவனுடைய ஜனமே, Therefore beloved people of God, ആയതുകൊണ്ട് പ്രിയ ദൈവ മക്കളെ, அழிந்து போற காலத்துக்கு வேண்டி அழியாத தேவனை தேடாதீர்கள். do not seek the immortal God for perishable things. നശ്വരമായ കാര്യങ്ങൾക്ക് വേണ്ടി അനശ്വരനായ ദൈവത്തെ അന്വേഷിക്കേണ്ട. சாட்சி சொன்னாதான் சாட்சி
In the testimony also is that. സാക്ഷി പറഞ്ഞുവല്ലോ. ആ, സാക്ഷി ചൊല്ലുമ്പോൾ സാക്ഷി പറയുമ്പോൾ While telling testimony. ചായ 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 Chaya cha, tea, tea, tea. ടീ ഇല്ല ചായ വേണം. വേണം വേണം വേണം. I need. கரான துக்கானில் போயிட்டு என்னது மளிகை கடையில் பருப்பு 2 கிலோ, உளுந்த மாவு 2 கிலோ, என்ன எப்படி லிஸ்ட். When you like a provision store, you go with a list. 1 kg of this pulse, 2 kg of that one. Like that, we give the list. പലചരക്കടയിലേക്ക് പോകുമ്പോൾ സാധനങ്ങൾ വാങ്ങേണ്ടതിനായിട്ട് ഒരു ലിസ്റ്റുമായിട്ട് പോകുന്നു. இதான் அநேகருடைய நிலவரம். This is the state of many. ഇതാകുന്നു പലരുടെയും അനുഭവം. இந்த லிஸ்ட்லாம் நம்ம கொடுக்க வேண்டியது നമ്മുടെ தகப்பனுக்கு தெரியும். We don't need to give this list. Our Father knows. അങ്ങനെയുള്ളതായ ലിസ്റ്റ് ഒന്നും നാം കൊടുക്കേണ്ട ஆனால் ആവശ്യമില്ല. 6:32 மத்தேயுல படிக்கும் பொழுது Matthew 6:32 In Matthew 6:32 when we read, മത്തായിയുടെ സുവിശേഷം 6:32 വായിക്കുമ്പോൾ இவெல்லாம் அஞ்ஞானிகள் நாடி தேடுகிறார்கள். all the worldly or the God heathen men, they do seek after these things. ഇതൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. இவெல்லாம் உங்களுக்கு தேவை என்று உங்கள் பரமபிதா அறிந்திருக்கிறார். Your heavenly Father knoweth that you are in need of these things. ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് അറിയുന്നുവല്ലോ. பொல்லாத நீங்கள் உங்கள் பிள்ளைகளுக்கு நல்ல ஈவுகளை கொடுக்க அறிந்திருக்கும் போது, You who are evil, if you know to give good gifts unto your children, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ தமிழ்த்து അറിയുന്നുവെങ്കിൽ வேண்டுகளுக்கு அதிக நன்மையால கொடுப்பது அதிக நிச்சயம் அல்லவா? how much more will he give? The Lord will give the good things unto those who ask him. തന്നോട് അപേക്ഷിക്കുന്നവർക്ക് അധികമായി കൊടുക്കുവാൻ അവൻ ശക്തനല്ലയോ? தேவன் உண்டாகட்டும். Glory be to God. ദൈവത്തിന് സ്തോത്രം. தெய்வம் கொடுக்கும் நன்மை, ஆவிக்கு நன்மையும் கொடுப்பார், சரீர நன்மையும் The கொடுப்பார். Lord will give spiritual blessings also and physical blessings too. ദൈവം ആത്മീകമായ അനുഗ്രഹങ്ങളെയും അക്ഷരികമായ നന്മകളെയും നൽകി തരും. அது வரும்போது அந்த பூமிக்குரிய நன்மைகள் மேல நம்பிக்கை வைக்காதீங்க. But when it comes, do not put your trust on the earthly blessings. അത് ലഭിക്കുമ്പോൾ ഭൗമികമായ നന്മകൾ മേൽ ആശ്രയം വെക്കരുത്. மேல மேன்மையை பாராட்டாதீங்க. And do not boast about such things. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പ്രശംസിക്കരുത്. தேவன் சகலத்தை உண்டாக்கி மனுஷனுக்கு பாதங்கள் கீழ்ப்படுத்தினார்ன்றதான் நான் எபிரேயர் 2ல படிக்கிறோம். In Hebrews 2 we read that God created all things and put it under the feet of men. ദൈവം സകലത്തെയും സൃഷ്ടിച്ചു മനുഷ്യനെ കാൽ കീഴാക്കി വെച്ചിരിക്കുന്നു എന്ന് എബ്രായലേഖനം 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. சகலம் அவன் காலம் கீழ்ப்படுத்தினார். Everything the Lord subdued it under the feet of man. സകലത്തെയും അവൻ കാലിന് കീഴ്പ്പെടുത്തിയിരിക്കുന്നു. எபிரேயர் 2:7-8ல படிக்கிறோம். In Hebrews chapter 2 சீக்கிரம் படிங்க. verses 7 and 8. നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം പിന്നെ മാത്രം ദൂതന്മാർ പറയാൻ പാടില്ല. தேவனேக்காളുம் തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. அது சரியா படி இன்னொரு வாட்டி. எல்லா பைபிள்லையும் அது சரி பண்ணி கொடுங்க. தூதரை காட்டிலும் இப்போ நம்ம சமையல் தூதரை காட்டிலும் ஒருபோதும் தேவன் மனுஷனை சிறியவனாக சிருஷ்டிக்கவில்லை. God did not create man lower than the angels. ആ ദൂതന്മാരെക്കാൾ ഒട്ടും താഴ്ചയായിട്ടല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ஆதியாகமம் 2-ாம் அதிகாரம் 1:26 படிக்கும்போது, In Genesis 1:26 when we read, ഉൽപ്പത്തി പുസ്തകം 1:26 വായിക്കും. நம்முடைய சார்பில் நம்முடைய ரூபத்தின்படி மனுஷனை let உண்டாக்குவோமாக. us make man in our own likeness, in our own image. നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക. அவருடைய സ്വരൂപത്തിൽ அவருடைய രൂപത്തിൽ തന്മയിൽ നമ്മെ സൃഷ്ടിച്ചിരിக்கிறார். The Lord created us in his image, in his likeness. ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യപ്രകാരവുമാണ് മനുഷ്യനെ